സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് 50 ചോദ്യങ്ങളുടെ മോഡൽ എക്സാം ആണ്. LTC സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഏറ്റവും കൂടിയ വേഗത്തിൽ സൂര്യനെ ചുറ്റുന്ന ഗ്രഹം ഏത്? ഏറ്റവും കൂടിയ വേഗത്തിൽ സൂര്യനെ ചുറ്റുന്ന ഗ്രഹം ബുധനാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ബുധൻ. അന്ധരായ ആളുകൾ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടി. അന്ധരായ ആളുകൾ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടി വൈറ്റ് കെയിൻ ആണ്. ഓപ്ഷൻ ബി, വൈറ്റ് കെയിൻ. വജ്രമോതിരം എന്ന പ്രതിഭാസം കാണുന്നത് ഏത് പ്രതിഭാസത്തിലാണ്? വജ്രമോതിരം എന്ന പ്രതിഭാസം കാണുന്നത് ഏത് പ്രതിഭാസത്തിലാണ്? പൂർണ്ണ സൂര്യഗ്രഹണത്തിലാണ് വജ്രമോതിരം എന്ന പ്രതിഭാസം കാണുന്നത്. പൂർണ്ണ സൂര്യഗ്രഹണത്തിലാണ് വജ്രമോതിരം എന്ന പ്രതിഭാസം കാണുന്നത്. മനുഷ്യാവകാശ ദിനം ആചരിക്കുന്നത് എന്ന്? മനുഷ്യാവകാശ ദിനം എന്നാണ് ഡിസംബർ 10. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. ഭൂമിയുടെ ആഴം കൂടുന്നതിനനുസരിച്ച് മർദ്ദവും താപവും ഡാഷ്. ഭൂമിയുടെ ആഴം കൂടുന്നതിനനുസരിച്ച് മർദ്ദത്തിനും താപത്തിനും എന്തു മാറ്റമാണ് സംഭവിക്കുന്നത്? കൂടുന്നു. ഭൂമിയുടെ ആഴം കൂടുന്നതിനനുസരിച്ച് മർദ്ദവും താപവും കൂടുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുഹാക്ഷേത്രം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുഹാക്ഷേത്രം എല്ലോറയാണ്. എല്ലോറ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുഹാക്ഷേത്രം ഏതാണ്? എല്ലോറ. ട്യൂമറുകളെ കുറിച്ചുള്ള പഠനം. ട്യൂമറുകളെ കുറിച്ചുള്ള പഠനം ഓങ്കോളജിയാണ്. ട്യൂമറുകളെ കുറിച്ചുള്ള പഠനമാണ് ഓങ്കോളജി. ഒരു വൃക്ഷത്തിന്റെ പ്രായം കണക്കാക്കുന്നത്. ഒരു വൃക്ഷത്തിന്റെ പ്രായം കണക്കാക്കുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം, വാർഷിക വലയങ്ങളുടെ എണ്ണം നോക്കിയാണ്. വാർഷിക വലയങ്ങളുടെ എണ്ണം നോക്കിയാണ് ഒരു വൃക്ഷത്തിന്റെ പ്രായം കണക്കാക്കുന്നത്. ഒരു പ്രാവശ്യം ഹൃദയമിടിക്കുന്നതിന് ആവശ്യമായ സമയം. ഒരു പ്രാവശ്യം ഹൃദയമിടിക്കുന്നതിന് ആവശ്യമായ സമയം 0.8 സെക്കൻഡ്. ഓപ്ഷൻ എ, 0.8 സെക്കൻഡ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തന്നിരിക്കുന്നു, ഉയരം കൂടുന്നതിനനുസരിച്ച് വായുവിൻ്റെ സാന്ദ്രത കുറയുന്നു. ഒരു ദ്രാവകത്തിന്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. അഡ്ഹീഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കൂടുതലായാൽ കേശിക താഴ്ചയുണ്ടാകുന്നു. ഒരു കുഴലിനകത്തെ ദ്രാവകത്തിന്റെ ഭാരത്തെ താങ്ങി നിർത്തുന്ന ബലമാണ് അഡ്ഹീഷൻ ബലം. ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന വരുന്നത് ഓപ്ഷൻ സി ആണ്. അഡ്ഹീഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കൂടുതലായാൽ കേശിക താഴ്ച ഉണ്ടാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അടുത്ത ചോദ്യം, ത്രിമാന ചിത്രങ്ങൾ നിർമ്മിക്കുന്ന പ്രക്രിയ. ത്രിമാന ചിത്രങ്ങൾ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഹോളോഗ്രഫി. ത്രിമാന ചിത്രങ്ങൾ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഹോളോഗ്രഫി. ആദ്യത്തെ സ്പേസ് സ്റ്റേഷൻ. ആദ്യത്തെ സ്പേസ് സ്റ്റേഷൻ സല്യൂട്ട് 1. സല്യൂട്ട് 1 ആണ് ആദ്യത്തെ സ്പേസ് സ്റ്റേഷൻ. സല്യൂട്ട് 1. ഒരു മെട്രിക് ടൺ എത്ര കിലോഗ്രാം ആണ്? ഒരു മെട്രിക് ടൺ എന്നത് എത്ര കിലോഗ്രാം ആണ്? 1000 കിലോഗ്രാം ആണ് ഒരു മെട്രിക് ടൺ എന്നത്. 1000 കിലോഗ്രാം. കീമോതെറാപ്പിയുടെ പിതാവ്. കീമോതെറാപ്പിയുടെ പിതാവ് ആരാണ്? പോൾ എർലിക്. പോൾ എർലിക് ആണ് കീമോതെറാപ്പിയുടെ പിതാവ്. പോൾ എർലിക്.
നാമക്കുഴി സഹോദരന്മാർ ഏത് കായിക ഇനവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? നാമക്കുഴി സഹോദരിമാർ ഏത് കായിക ഇനവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? വോളിബോൾ ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, വോളിബോൾ. കപ്പൽ നിർമ്മാണ കേന്ദ്രമായ മസഗോൺ ഡോക്ക് എവിടെയാണ്? മസഗോൺ ഡോക്ക് എവിടെയാണ്? മുംബൈയിലാണ്. കപ്പൽ നിർമ്മാണ കേന്ദ്രമായ മസഗോൺ ഡോക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. പഴശ്ശി സ്മൃതി മന്ദിരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? പഴശ്ശി സ്മൃതി മന്ദിരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മട്ടന്നൂരാണ്. മട്ടന്നൂരാണ് പഴശ്ശി സ്മൃതി മന്ദിരം സ്ഥിതി ചെയ്യുന്നത്. കൊളംബിയ മെമ്മോറിയൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം? കൊളംബിയ മെമ്മോറിയൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ചൊവ്വയിലാണ്. ചൊവ്വ. കൊളംബിയ മെമ്മോറിയൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? ചൊവ്വ. ഭൂപടത്തിലൂടെ ഒരു സ്ഥലത്തിന്റെ വിസ്തീർണം കണക്കാക്കാൻ സഹായിക്കുന്ന ഉപകരണം? ഭൂപടത്തിലൂടെ ഒരു സ്ഥലത്തിന്റെ വിസ്തീർണം കണക്കാക്കാൻ സഹായിക്കുന്ന ഉപകരണം ഏതാണ്? പ്ലാനിമീറ്റർ ആണ്. പ്ലാനിമീറ്റർ. ഭൂപടത്തിലൂടെ ഒരു സ്ഥലത്തിന്റെ വിസ്തീർണം കണക്കാക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് പ്ലാനിമീറ്റർ. ദയാമീർ എന്ന പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന പർവ്വതം? ദയാമീർ എന്ന പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന പർവ്വതം ഏതാണ്? നംഗപർവ്വതമാണ്. നംഗപർവ്വതം അറിയപ്പെടുന്നത് ദയാമീർ എന്ന പ്രാദേശിക പേരിൽ അറിയപ്പെടുന്നു. നംഗപർവ്വതം. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി പ്രീതി ലത വഡേദ്കർ ആണ്. പ്രീതി ലത വഡേദ്കർ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി. 1920 കൊൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? 1920 കൊൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ലാലാ ലജ്പത് റായ് ആണ്. ഓപ്ഷൻ എ ലാലാ ലജ്പത് റായ്. സൂററ്റ് പിളർപ്പ് നടന്ന വർഷം? സൂററ്റ് പിളർപ്പ് 1907. സൂററ്റ് പിളർപ്പ് നടന്ന വർഷം 1907. വ്യക്തി സത്യാഗ്രഹം എന്ന സമരമുറ ഗാന്ധിജി ആരംഭിച്ചത് ഏത് വർഷമാണ്? വ്യക്തി സത്യാഗ്രഹം എന്ന സമരമുറ ഗാന്ധിജി ആരംഭിച്ച വർഷം 1940 ആണ്. 1940. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊലമരം കയറുന്ന ആദ്യത്തെ മുസൽമാൻ ഞാനാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. ആരുടെ വാക്കുകളാണിത്? രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊലമരം കയറുന്ന ആദ്യത്തെ മുസൽമാൻ ഞാനാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. ആരുടെ വാക്കുകളാണിത്? അഷ്ഗാഫ് ഉല്ലാ ഖാൻ ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അഷ്ഗാഫ് ഉല്ലാ ഖാൻ. ഏത് അന്താരാഷ്ട്ര ഏജൻസിയുടെ ഭരണഘടനയാണ് കവനന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഏത് അന്താരാഷ്ട്ര ഏജൻസിയുടെ ഭരണഘടനയാണ് കവനന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? സർവ്വരാജ്യ സഖ്യത്തിൻ്റെതാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, സർവ്വരാജ്യ സഖ്യം. ആംനസ്റ്റി എന്ന വാക്കിനർത്ഥം? ആംനസ്റ്റി എന്ന വാക്കിൻ്റെ അർത്ഥം പൊതുമാപ്പ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, പൊതുമാപ്പ്. ആംനസ്റ്റി എന്ന വാക്കിനർത്ഥം പൊതുമാപ്പ്. ചേരിചേര പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനം നടന്ന വർഷം? ചേരിചേര പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ സമ്മേളനം നടന്ന വർഷം 1961 ആണ്. 1961. ഹസ്തലക്ഷണ ദീപിക എന്ന ഗ്രന്ഥം അടിസ്ഥാനമാക്കിയിരിക്കുന്ന കലാരൂപം? ഹസ്തലക്ഷണ ദീപിക എന്ന ഗ്രന്ഥം അടിസ്ഥാനമാക്കിയിരിക്കുന്ന കലാരൂപം ഏതാണ്? കഥകളിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, കഥകളി.
യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഭാരതീയ നൃത്തരൂപം. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യത്തെ ഭാരതീയ നൃത്തരൂപം ഏതാണ്? കൂടിയാട്ടമാണ്. കൂടിയാട്ടം. ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? ദേശീയ കൈത്തറി ദിനം ഓഗസ്റ്റ് 7 ആണ്. ഓഗസ്റ്റ് 7. ദേശീയ കൈത്തറി ദിനം ഓഗസ്റ്റ് 7. ജാലിയൻ വാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണറായ മൈക്കൽ ഓഡയറിനെ വധിച്ചത് ആര്? ജാലിയൻ വാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണറായ മൈക്കൽ ഓഡയറിനെ വധിച്ചത് ഉദ്ധം സിംഗ് ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഉദ്ധം സിംഗ്. തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏതിനെയാണ്? തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏതിനെയാണ്? ക്രിപ്സ് മിഷനെയാണ്. ക്രിപ്സ് മിഷൻ. തകർന്ന ബാങ്കിൽ മാറാൻ നൽകപ്പെട്ട കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ക്രിപ്സ് മിഷനെ വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിക്കാറുണ്ട്. ഗാന്ധിജി. ദേശീയ നിയമദിനമായിട്ട് ആചരിക്കുന്നത്. ദേശീയ നിയമദിനം നവംബർ 26 ആണ്. നവംബർ 26 ആണ് ദേശീയ നിയമ ദിനം. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ വർഷം. കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേടിയ വർഷം ഏതാണ്? 1973 ആണ്. കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേടിയ വർഷം 1973. റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്ന അന്താരാഷ്ട്ര ഏജൻസി ഏത്? റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്ന അന്താരാഷ്ട്ര ഏജൻസി IUCN ആണ്. IUCN ആണ് റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്ന അന്താരാഷ്ട്ര ഏജൻസി. കുട്ടികളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഗ്രന്ഥി. കുട്ടികളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഗ്രന്ഥി തൈമസ് ഗ്രന്ഥി. ഓപ്ഷൻ സി ആണ് ഉത്തരം. തൈമസ് ഗ്രന്ഥി. സൂപ്പർ കൂൾഡ് ദ്രാവകം എന്നറിയപ്പെടുന്നത്. സൂപ്പർ കൂൾഡ് ദ്രാവകം ഗ്ലാസ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഗ്ലാസ്. കോപ്പറിന്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകം. കോപ്പറിന്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകം സൾഫർ. ഓപ്ഷൻ സി സൾഫർ. K-Phone പ്രഖ്യാപിക്കപ്പെട്ടത്. K-Phone പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത് 2020-21 2020-21 K-Phone പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത്. പശ്ചിമഘട്ടം കടന്നുപോകാത്ത ജില്ല. പശ്ചിമഘട്ടം കടന്നുപോകാത്ത ജില്ല തന്നിരിക്കുന്നത് പാലക്കാട്, ആലപ്പുഴ, കോഴിക്കോട്, പത്തനംതിട്ട. പശ്ചിമഘട്ടം കടന്നുപോകാത്ത ജില്ലയാണ് ഓപ്ഷൻ ബി ആലപ്പുഴ. റിപ്പോ നിരക്ക് എന്നാൽ? റിപ്പോ നിരക്ക് ഓപ്ഷൻ ബി ആണ് ഉത്തരം. റിസർവ് ബാങ്ക് മറ്റു ബാങ്കുകളിൽ നിന്നും ഈടാക്കുന്ന പലിശയാണ് റിപ്പോ നിരക്ക്. റിസർവ് ബാങ്ക് മറ്റു ബാങ്കുകളിൽ നിന്നും ഈടാക്കുന്ന പലിശയാണ് റിപ്പോ നിരക്ക്. ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഭൂപ്രദേശം. ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഭൂപ്രദേശം ഇന്ദിര പോയിന്റ് ആണ്. ഓപ്ഷൻ സി ഇന്ദിര പോയിന്റ്. നീതി ആയോഗിന്റെ ആസ്ഥാനം. നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. വാഗൺ ട്രാജഡി നടന്ന റെയിൽ റൂട്ട് ഏതാണ്? വാഗൺ ട്രാജഡി നടന്ന റെയിൽ റൂട്ട് തിരൂർ പോത്തന്നൂർ റൂട്ടിലാണ്. തിരൂർ പോത്തന്നൂർ റൂട്ടിലാണ് വാഗൺ ട്രാജഡി നടന്നത്. തിരൂർ പോത്തന്നൂർ. കടയ്ക്കൽ വിപ്ലവം നയിച്ചത് ആര്? കടയ്ക്കൽ വിപ്ലവം നയിച്ചത്
ഫ്രാങ്കോ രാഘവൻ പിള്ളയാണ്. ഫ്രാങ്കോ രാഘവൻ പിള്ളയാണ് കടയ്ക്കൽ വിപ്ലവം നയിച്ചത്. ജാലിയൻ വാലാബാഗ് സംഭവത്തിന് കാരണമായ കരിനിയമം. ജാലിയൻ വാലാബാഗ് സംഭവത്തിന് കാരണമായ കരിനിയമം ഏതാണ്? റൗലറ്റ് നിയമമാണ്. റൗലറ്റ് നിയമം. അവസാനത്തെ ചോദ്യം, ഈ ക്ലാസ്സിലെ തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ഗൗരി പാർവതി ബായി ആണ്. ഗൗരി പാർവതി ബായി. ഈ ഒരു ചോദ്യത്തോടു കൂടി മോക്ക് ടെസ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ ഒരു കട്ട് ഓഫ് വരുന്നത് ഒരു 44 മാർക്കാണ്. അപ്പം നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്